الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. فوجدا عبدا من عبادنا آتيناه رحمة من عندنا وعلمناه من لدنا علما. قال له موسى هل أتبعك على أن تعلمني مما علمت رشدا. قال إنك لن تستطيع معي صبرا وكيف تصبر على ما لم تحط به خبرا. തുടർന്നുകൊണ്ട് അല്ലാഹു പറയുന്നത് ഫവജദാ, അങ്ങനെ അവർ ഇരുവരും കണ്ടെത്തി. വജദ കണ്ടെത്തി, വജദ യജിദു, വജദ ഒരാൾ കണ്ടെത്തി, ഫവജദാ രണ്ടാളുണ്ടല്ലോ, ഫവജദാ അവർ ഇരുവരും കണ്ടെത്തി, അബ്ദൻ ഒരടിമയെ, മിൻ ഇബാദിന നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഒരു അടിമയെ അവർ രണ്ടാളും കണ്ടുമുട്ടി. ആതൈനാഹു, എന്താണ് ആ അടിമയുടെ പ്രത്യേകത? ആതൈനാ നാം നൽകിയിരിക്കുന്നു, ഹു ആ അടിമയ്ക്ക്, ആതൈനാഹു നാം ആ അടിമയ്ക്ക് നൽകിയിരിക്കുന്നു. ആത്താ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. അത്താ എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ്, ആത്താ എന്ന് പറഞ്ഞാൽ കൊടുത്തു എന്നാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ ആത്തു അംവാലക്കും, അതുപോലെ തന്നെ ആത്തൽ മാല അലാ ഹുബ്ബിഹി എന്നൊക്കെ ഉള്ളിടത്ത് ആത്താ, ആത്തു ഹഖഹു യൗമ ഹസാദിഹി എന്നൊക്കെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് ഈ ആത്താ എന്ന പ്രയോഗം കാണാം, നൽകി. അതിൻ്റെ മുളാരിഅ് വരുന്നത് യുഅ്തി എന്നാണ്. ആത്താ യുഅ്തി, അതാ വന്നു എന്നതിൻ്റെ മുളാരിഅ് വരുന്നത് യഅ്തി എന്നാണ്. അത് വേർതിരിച്ച് മനസ്സിലാക്കണം, രണ്ടും പരസ്പരം മാറിപ്പോകരുത്. അപ്പം ഇവിടെ അള്ളാഹു പറയാണ് ആതൈനാഹു, അദ്ദേഹത്തിന് നാം നൽകി, റഹ്മത്തൻ കാരുണ്യം അല്ലെങ്കിൽ അനുഗ്രഹം. റഹ്മത്ത് നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. നാം അദ്ദേഹത്തിന് റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്, അനുഗ്രഹം നൽകിയിട്ടുണ്ട്. മിൻ ഇൻദിന നമ്മുടെ പക്കൽ നിന്നുള്ള, അല്ലാഹു പറയാണ് മിൻ ഇൻദിന നമ്മുടെ പക്കൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അനുഗ്രഹം നാം അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരടിമയെയാണ് അവർ ഇരുവരും കണ്ടത്. മാത്രമല്ല വഅല്ലംനാഹു നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. അല്ലമ പഠിപ്പിച്ചു, അത് നേരത്തെ പറഞ്ഞതുപോലെ അലിമ എന്ന് പറഞ്ഞാൽ എന്താ? അറിഞ്ഞു എന്നാണ്, മനസ്സിലാക്കി എന്നാണ് അലിമ. അല്ലമയാവുമ്പോഴോ പഠിപ്പിച്ചു. വഅല്ലംനാഹു നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. മില്ലദുന്ന നമ്മുടെ പക്കൽ നിന്ന്, മില്ലദുന്ന ലദയ്യ എൻ്റെ പക്കൽ എന്ന് പറയും, ലദുന്ന നമ്മുടെ പക്കൽ, മില്ലദുന്ന നമ്മുടെ പക്കൽ നിന്ന് നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇൽമൻ പ്രത്യേകം അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇതാണിപ്പോൾ 65-ാമത്തെ ഈ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്. നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ധാരാളമായി ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ ഇതിൻ്റെ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ പശ്ചാത്തലം വിവരിക്കവേ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ആരെ അന്വേഷിച്ചുകൊണ്ടാണ് പോയത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആ വ്യക്തിയാണ് ഇവിടെ അബ്ദ് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, പേര് പറഞ്ഞിട്ടില്ല. ഒരടിമയെ അവർ രണ്ടാളും കണ്ടെത്തി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ആ അടിമ ആരാണ് എന്ന് വ്യക്തമായി
സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമൊക്കെയുള്ള ഹദീസുകളിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചന പറഞ്ഞു. അതാരായിരുന്നു? ഖിളർ അലൈഹിസ്സലാം ആയിരുന്നു. 2 നിലക്ക് അതിൻ്റെ വായനയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഖിളർ അലൈഹിസ്സലാം എന്നും വായനയുണ്ട്, ഖളിർ അലൈഹിസ്സലാം എന്നും വായനയുണ്ട്. രണ്ടും അദ്ദേഹത്തിൻ്റെ പേരിനെ സംബന്ധിച്ചുള്ള നമ്മുടെ ഉച്ചാരണ വ്യത്യാസങ്ങളാണ്. ഖളിർ അലൈഹിസ്സലാം, ആ പേരിൻ്റെ അർത്ഥം പച്ച എന്നാണ്. എന്തുകൊണ്ട് ആ പേര് വന്നു എന്നിടത്തൊക്കെയുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഒരു മുഅ്സത്ത് എന്ന നിലക്ക് അദ്ദേഹം ഒരു സ്ഥലത്ത് പോയി, ഇപ്പോൾ ഉണങ്ങിയ ഒരു പ്രദേശത്ത് പോലും അദ്ദേഹം അല്പനേരം പോയിരുന്നാൽ അവിടെ പച്ചപ്പ് പുറപ്പെട്ടിരുന്നു. ആ പ്രദേശം ഒരു പച്ചവൽക്കരിക്കപ്പെടുന്ന, ഹരിതവൽക്കരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഈ ഖിളർ അലൈഹിസ്സലാമിനെയാണ് അവിടെ വെച്ച് അവർ രണ്ടാളും കണ്ടുമുട്ടിയത്. ഇപ്പൊ ഖുർആനിൽ അബ്ദ് എന്ന് പറഞ്ഞു, അത് ഖിളറാണെന്ന് നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ഏതാ ആശ്രയിച്ചത്? ഹദീസാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിലെല്ലാം ഉണ്ട്, ഖുർആൻ മാത്രം മതി, അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് പറയുന്നത് ശരിയല്ല. വിശുദ്ധ ഖുർആൻ ഗ്രാഹ്യമാകണമെങ്കിൽ തന്നെ എന്തുകൂടി വേണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ വേണം. ഇതിപ്പോ ഈ പേരിഞ്ഞിപ്പോൾ അറിഞ്ഞിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാര്യമാണെന്നിരിക്കാം. അതല്ലാതെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് വിഷയങ്ങൾ ഗ്രഹിക്കണമെങ്കിൽ നമുക്ക് എന്ത് കൂടിയേ തീരൂ? ഹദീസ് കൂടിയേ തീരൂ. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ഹദീസുകളിലാണ് വിശദാംശങ്ങൾ ഉള്ളത്. കാരണം അതിപ്പോൾ പറയേണ്ടി വരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ വിശുദ്ധ ഖുർആൻ മാത്രം മതി, ഹദീസുകളൊന്നും ആവശ്യമില്ല, അതൊക്കെ വെറുതെയാണ്, ഹദീസുകളെല്ലാം കള്ളമാണ്, അതിനൊന്നും ഇസ്ലാമിൽ ഒരു പ്രാമാണികതയുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മതത്തിൻ്റെ അകത്ത് തന്നെയുണ്ട്. പണ്ടൊക്കെ അത് മതത്തിൻ്റെ പുറത്തുള്ള ആളുകളാണ് പറഞ്ഞിരുന്നത്. ഇന്നിപ്പോൾ മതയുക്തിവാദികൾ, യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ സാധാരണ നിരീശ്വര നിർമ്മതവാദികളാണ്. ഇന്ന് വേറൊരു കൂട്ടര് തന്നെ മതയുക്തിവാദികൾ എന്ന് പറയാവുന്ന നിലക്ക് മതത്തിൻ്റെ അകത്തുള്ള യുക്തിവാദം കൊണ്ടുവരുന്ന ആളുകൾ. അവർ പറയും, എന്തിനാ ഹദീസ്? ഹദീസൊന്നും ആവശ്യമില്ല, ഈ ഖുർആൻ പോരെ, ഖുർആനിലെല്ലാം ഉണ്ട് എന്നല്ലേ അല്ലാഹ് പറയുന്നത്. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈഇൻ, ഈ കിതാബിൽ ഒന്നും തന്നെ നാം പാഴാക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എല്ലാം ഇതിലുണ്ടല്ലോ എന്നൊക്കെ ഖുർആനിൽ തന്നെ ഉണ്ടാകുമ്പോൾ പിന്നെ എന്തിനാണ് ഈ ഹദീസുകളുടെ പിന്നാലെ പോകുന്നത്? അതുകൊണ്ട് ഹദീസുകളൊന്നും ഞങ്ങൾ സ്വീകരിക്കൂല, ഞങ്ങൾ അഹ്ലുൽ ഖുർആൻ സൊസൈറ്റിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹദീസുകളെ അങ്ങനെയൊന്നും അംഗീകരിക്കാത്ത, ഞങ്ങൾ തികച്ചും തെറ്റുപറ്റാത്ത ദൈവീകമായ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മാത്രം അംഗീകരിക്കുന്ന ആളുകളാണ് എന്നൊക്കെ പുറമേക്ക് ബാഹ്യമായി കേൾക്കുമ്പോൾ വലിയ ചന്തം തോന്നുന്ന കുഫറിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്ന എത്രയോ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ ഒന്നും അള്ളാഹു പാഴാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ ആയത്തിന് തെറ്റൊന്നുമില്ല, അത് വളരെ കൃത്യം തന്നെയാണ്. അള്ളാഹു എല്ലാം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ആ ഖുർആനിലാ പറഞ്ഞത് എന്ത്? വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. നബിയെ, താങ്കൾക്ക് ഈ ഖുർആനിനെ നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് എന്തിനാണ്? ലിതുബയ്യിന ലിന്നാസി, നീ ജനങ്ങൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. മാ നുസ്സില ഇലൈഹിം, അവരിലേക്ക് ഇറക്കപ്പെട്ടത് എന്താണെന്ന്. നമ്മൾ ഖുർആൻ മാത്രം വെച്ചു, ഒരു ഡിക്ഷണറിയും വെച്ചു, എന്നിട്ട് ഒരാൾ ഇങ്ങനെ അർത്ഥം വെച്ച് നോക്കിയാൽ നിസ്കരിക്കാനും കഴിയൂല, ഇബാദത്തിന്റെ ഒരംശങ്ങളും ചെയ്യാൻ പറ്റൂല, കുടുംബജീവിതം നയിക്കാനും പറ്റൂല, ത്വലാഖിന്റെ കാര്യങ്ങൾ പറ്റൂല, നിക്കാഹ് പറ്റൂല, മുതലോഹരി വെക്കാൻ പറ്റൂല, പിന്നെ നോമ്പെടുക്കാൻ പറ്റൂല, ഹജ്ജ് ചെയ്യാൻ പറ്റൂല, ഒരു കാര്യവും പറ്റൂല. ശുദ്ധ ഖുർആൻ മാത്രം മതി എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ചെയ്യുന്ന റുക്കൂഴ്, സുജൂദ്, അതിൽ ചൊല്ലേണ്ടത്, അതിൻ്റെ രൂപം ഒക്കെ ഖുർആനിലുണ്ടോ? ഹജ്ജിന്റെ വിശദാംശങ്ങൾ ഖുർആനിലുണ്ടോ? നോമ്പിന്റെ വിശദാംശങ്ങൾ ഖുർആനിലുണ്ടോ? അനന്തരാവകാശ സ്വത്തിന്റെ വിശദാംശങ്ങൾ ഖുർആനിലുണ്ടോ? വിവാഹം എങ്ങനെ ഈജാബും കബൂലുമാകണം, അതെങ്ങനെയാണ് വരനും വധുവുമായിട്ടുള്ള മീസാഖൻ ഖലീൽ എന്ന് പറഞ്ഞ ബലിഷ്ഠമായ കരാർ എപ്രകാരം സ്ഥാപിതമാകുമെന്ന് ഖുർആനിലുണ്ടോ? ജീവിതത്തിൻ്റെ എ മുതൽ സെഡ് വരെയുള്ള സർവ്വ വിഷയങ്ങളിലും വിശുദ്ധ ഖുർആനിനെ പ്രായോഗികമായി നമുക്കത് കൊണ്ടുവരണമെങ്കിൽ ഹദീസ് കൂടിയേ തീരൂ. ഇത് പ്രാഥമികമായും പ്രധാനമായും ഇവിടെ കൂടിയ എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഈ കാലത്ത് ഹദീസ് നിഷേധികളുടെ എണ്ണം ധാരാളമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ഫാഷനാണ് ആളുകൾക്ക്. ഹദീസൊന്നും സ്വീകരിക്കൂല, ഇനി ബുഖാരി ആയാലും ശരി, മുസ്ലിം ആയാലും ശരി, അതൊന്നും ഞങ്ങൾ അംഗീകരിക്കൂല, ഒക്കെ ബുഖാരി, ഒക്കെ മനുഷ്യനെന്ത്, അതൊക്കെ എത്ര തെറ്റുകളാണ് അതിലുള്ളത് എന്നൊക്കെ പറഞ്ഞ് വിശുദ്ധ ഖുർആനിൻ്റെ ശേഷം ഏറ്റവും പ്രാമാണികമായി നമ്മൾ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഗ്രന്ഥമായ സഹീഹുൽ ബുഖാരിയെ പോലും അത് തോട്ടിലേക്ക് വലിച്ചെറിയോ, അതൊക്കെ ഒരു മനുഷ്യനല്ല
തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് വികലമായ വാദങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ എമ്പാടുമുണ്ട്. സോഷ്യൽ മീഡിയയുടെ യുഗമാണിത്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽ അത്തരക്കാർ പെടുന്നുണ്ട്. അവർ ജുമാ ഖുത്ബ ഒക്കെ പേരിൽ പല മീറ്റിങ്ങുകളൊക്കെ നടത്തുന്നുണ്ട്. അവരുടെയൊക്കെ റൂമുകളിൽ വെച്ചൊക്കെയാണ് അവർ ജുമാ ഖുത്ബ എന്നുള്ള പേരിൽ മീറ്റിംഗ് നടത്തുന്നത്. പക്ഷേ യൂട്യൂബിൽ നോക്കുമ്പോൾ കാണാം ജുമാ ഖുത്ബ ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്ന മൗലവി, വിഷയം എന്താണ്? ബാങ്ക് പലിശ ഹലാലാകുന്നു. ഇയാൾ എവിടെ ഖുത്ബ പറയുന്നത്? പള്ളി എന്ന് അന്വേഷിച്ച് നോക്കിയാൽ പള്ളിയൊന്നുമില്ല. അയാളും അയാളെ കുറച്ച് ശിങ്കടികളും കൂടി ഒരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഒരു ഹാളിൽ വെച്ചിട്ട്. അപ്പോൾ ജുമാ ഖുത്ബ, പള്ളിയുടെ പേരൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് ആളുകൾ പറയണം, ഇങ്ങനെ കണ്ടല്ലോ ഒരു മൗലവി ബാങ്ക് പലിശ ഹലാലാണെന്ന് പറയുന്നുണ്ടല്ലോ, ഖുത്ബ കണ്ടല്ലോ കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. അറിയാതെ ഒരുപാട് ആളുകൾ ഇത് പെട്ടുപോകുന്നുണ്ട്. അതൊരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ്. അപ്പം അതുകൊണ്ട് ഹദീസുകളില്ലാതെ ഖുർആൻ കൊണ്ട് മാത്രം ഒരാൾക്ക് ഇവിടെ മുസ്ലിമായി ജീവിക്കാൻ പറ്റില്ല. കാരണം ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടാണ് ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ഷഹാദത്ത് കലിമയുടെ 1-ാം പാർട്ടും 2-ാം പാർട്ടും അയാൾ അംഗീകരിച്ചാലേ ഇസ്ലാമിലേക്ക് കടന്നു വരൂ. 1-ാം പാർട്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണെങ്കിൽ 2-ാമത്തെ പാർട്ട് ഇതിൻ്റെ പൂർത്തീകരണം എന്ന നിലക്കുള്ളവ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹിൻ്റെ റസൂലിനെ ഞാൻ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ്. ആ റസൂൽ കൊണ്ടുവന്നത് സ്വീകരിക്കണം എന്നാണ്. എല്ലാ വിഷയവും ഖുർആനിലുണ്ട്, ഉണ്ട്. എല്ലാ വിഷയവും ഉണ്ട്. എന്ത് ചോദിച്ചാലും ഖുർആനിലുണ്ടോ? ഖുർആനിലുണ്ട്. എന്നാൽ അതൊന്ന് കാണിച്ചേരി എന്ന് പറഞ്ഞാൽ എന്താ? പണ്ഡിതന്മാരൊക്കെ ഓതി കൊടുക്കൽ എന്താണ്? വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂ. അള്ളാഹിൻ്റെ റസൂൽ കൊണ്ടുവന്നത് നിങ്ങൾ സ്വീകരിക്കൂ, അവിടെ നിന്ന് വിലക്കിയത് നിങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കൂ. ഇത് മൊത്തം ഖുർആനിലുള്ളതല്ലേ. അപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചതൊക്കെ അതൊക്കെ ഇതിലുണ്ട്, ഖുർആനിലുണ്ട്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള വാദങ്ങളെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പോൾ അബ്ദം മിൻ ഇബാദിനാന്നേ പറഞ്ഞുള്ളൂ. നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഒരടിമയെ അവർ ഇരുവരും കണ്ടെത്തി എന്നേ പറഞ്ഞുള്ളൂ. ആ അടിമയുടെ പേര് ഖിളർ എന്നായിരുന്നു എന്ന് നമുക്ക് കിട്ടിയത് ഹദീസിൽ നിന്നാണ്. സഹീഹായ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഖിളർ അലൈഹിസ്സലാമിൻ്റെ വിഷയം പറയുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു ആദർശം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും പിന്നിൽ വർത്തിച്ചിട്ടുള്ള ഒരു പേരാണ് ഖിളർ അലൈഹിസ്സലാമിൻ്റെ പേര്. 2 വിഷയങ്ങൾ അതിൽ മനസ്സിലാക്കണം. ഒന്ന്, അദ്ദേഹം ആരായിരുന്നു? ഖിളർ അലൈഹിസ്സലാം ആരായിരുന്നു? നബി ആയിരുന്നുവോ അതോ ഒരു വലിയായിരുന്നുവോ? ഒരു സാലിഹായ മനുഷ്യനായിരുന്നു അദ്ദേഹം, നബിയൊന്നുമായിരുന്നില്ല എന്നഭിപ്രായപ്പെട്ട ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് അദ്ദേഹം ആരായിരുന്നു? കേവലം ഒരു സാലിഹായ മനുഷ്യൻ മാത്രമായിരുന്നില്ല, അദ്ദേഹം നബിയായിരുന്നു. നബി എന്ന് മാത്രമല്ല, ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തി ബൽ ഹുവ നബിയുൻ മുർസലുൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. അദ്ദേഹം നബിയുമായിരുന്നു, മുർസലുമായിരുന്നു എന്ന്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാർ അദ്ദേഹം നബിയായിരുന്നു എന്ന് പറയാൻ നമുക്കൊരു ഖണ്ഡിതമായി ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ എന്ന വീക്ഷണം പറഞ്ഞുകൊണ്ട് പൂർവീകരായ പണ്ഡിതന്മാരിലും ആധുനിക പണ്ഡിതന്മാരിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ നുബുവത്ത് അത്ര ഖണ്ഡിതമായി നമുക്ക് പറയാവതല്ല. പല അഭിപ്രായങ്ങളിൽ ഒരു അഭിപ്രായം മാത്രമാണത് എന്ന് പറയുന്ന ആളുകളുണ്ടെങ്കിലും തെളിവുകൾ കൂടുതൽ ഈ പറഞ്ഞ അദ്ദേഹം ഒരു നബിയായിരുന്നു എന്നുള്ളതിലേക്കാണ്. ആ അഭിപ്രായത്തെയാണ് കൂടുതൽ നമുക്ക് തെളിവുകളോട് പ്രമാണങ്ങളോട് യോജിച്ചു വന്നിട്ടുള്ള അഭിപ്രായം. മറിച്ച് അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അദ്ദേഹത്തെ ഖത്ഈയായി ഖണ്ഡിതമായി വലിയ മാത്രമാണ് നബിയാണെന്ന് പറയാനേ പറ്റൂല എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് അവർക്ക്. സൂഫികൾ എന്നറിയപ്പെടുന്ന ഇസ്ലാമിനെ വികലമാക്കിയ കക്ഷികൾ, ഞങ്ങളാണ് യഥാർത്ഥത്തിലുള്ള ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന് പറയുന്ന തസവുഫിൻ്റെ സൂഫിസത്തിൻ്റെ ആളുകൾ, അവർ പറയുന്നു ഖിളർ വലിയ തന്നെയാണ്, നബി ഒരിക്കലും അല്ല. ഖണ്ഡിതമായിട്ട് അവർ പറയണം. അതെന്താ കാരണം? അവർക്ക് അത് മുഖേന കുറച്ച് വാദങ്ങൾ കെട്ടിപ്പൊടുത്ത് കൊണ്ടുവരാനുണ്ട്. അതിന് അദ്ദേഹം നബിയായാൽ പറ്റൂല. നബിയാണ് അദ്ദേഹം എന്ന് അംഗീകരിച്ചതെന്നാൽ പിന്നെ അവരുടെ വാദമുഖങ്ങൾ മുഴുവനും ചീട്ടുകൊട്ടാരം കണക്കെ തകർന്നാണ് പോകും. നേരെ മറിച്ച് അദ്ദേഹം വലിയായിരുന്നു, നബിയല്ല എന്ന് പറഞ്ഞ സൂക്ഷ്മദർക്കുകളായ നല്ലവരായ പണ്ഡിതന്മാരുണ്ട്. അവർക്കൊന്നും ഈ ലക്ഷ്യത്തിലല്ല അവരത് പറഞ്ഞത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം.
ഏതുപോലെ ഖാദിയാനികൾക്ക് ഈസാ അലൈഹിസ്സലാമിനെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ നിവൃത്തിയില്ല. അഹ്ലുസുന്ന വിശ്വസിക്കുന്നത് എന്താണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിട്ടില്ല, വാനലോകത്തേക്ക് ഉടലോടെ അള്ളാഹു ഉയർത്തിയിരിക്കുന്നു. ഖുർആനിന്റെ ഖണ്ഡിതമായ നസ്സാണ്. ബർറഫഅഹുല്ലാഹു ഇലൈഹി, അള്ളാഹു അദ്ദേഹത്തെ റബ്ബിലേക്ക്, അള്ളാഹുവിലേക്ക് ഉയർത്തിയിരിക്കുന്നു. എന്നാൽ ഖാദിയാനികൾ ഖണ്ഡിതമായും ഉറപ്പിച്ചും പറയുന്നുവെന്ന് ഈസാ അലൈഹി സ്വലാം മരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ശ്രീലങ്കയിൽ അദ്ദേഹത്തിന്റെ ഖബറും ഉണ്ട്. ഇതാണ് ഖാദിയാനികളുടെ വിശ്വാസം. അവർക്ക് ഈസാ നബിയെ മരിപ്പിച്ചിട്ടില്ലെങ്കിൽ മീർസാ ഗുലാമിന് ഇങ്ങോട്ട് വരാൻ പറ്റൂല. കാരണം പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ ഗ്രാമത്തിൽ ചാന്ദ് ബീബിയുടെ മകനായിട്ട് ജനിച്ചിട്ടുള്ള ഈ മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ചങ്ങാതി വാദിച്ചെന്ന് എന്ത് പറഞ്ഞിട്ടാണ്? ഞാനാണ് വാഗ്ദത്ത മസീഹ് എന്ന് പറഞ്ഞിട്ടാണ്, ഞാനാണ് ഈസാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ എന്ത്? വറസൂലൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്, എനിക്ക് ശേഷം വരാനുള്ള അഹമ്മദ് എന്ന പേരുള്ള ഒരു നബിയെക്കുറിച്ച് സുവിശേഷം പറയുന്നുണ്ട് ഖുർആനിൽ. ആ അഹമ്മദ് ഞാനാണ്. ആര്? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. കള്ള നബിയായിട്ട് വന്നതാണ്, ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നമാണ്, ഇന്ത്യ രാജ്യത്തുണ്ടായ നബിയാണ്. ഇന്ത്യക്കാരനായ ബ്രിട്ടീഷുകാർ ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം നൽകി പുറത്തേക്ക് കൊണ്ടുവന്ന നബിയുമാണ്. ആര്? ഖാദിയാനി. പഞ്ചാബിലുണ്ടായിരുന്ന ആളാണ്. ഇന്ന് അവരൊരുപാട് കക്ഷികളുണ്ട്, അവരിൽ പല കക്ഷികളുണ്ട്, ലാഹോറികളുണ്ട്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള പല അഭിപ്രായക്കാരുമുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ഇനിയും നബി ഉണ്ടാകും. അങ്ങനെ അന്ന് വന്നവരാണ് മുസൈലിമത്തുൽ കദ്ദാബ്, അസ്വദുൽ അനസി, സജാഹ് പോലെയുള്ള കുറേ കള്ള നബിമാർ അന്ന് വന്നിട്ടുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ ഒരുപാട് ആളുകൾ വരും, കള്ളന്മാർ. അതിൽ പ്രത്യേകം എണ്ണം പറഞ്ഞത് സലാസൂന ദജ്ജാലൂന കദ്ദാബൂന എന്നാണ്. 30 ദജ്ജാലുകൾ, പെരുങ്കള്ളന്മാർ വരും. കുല്ലുഹും യദ്ദഈ അന്നഹു നബിയ്യുൻ, അവരെല്ലാവരും വാദിക്കും ചെയ്യും എന്ത്? അവൻ നബിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിക്ക് ഈസാ നബിയെ മരിപ്പിച്ചാലേ മൂപ്പർക്ക് നിലനിൽപ്പുള്ളൂ. ഈസാ നബി മരിച്ചിട്ടില്ല കാരണം പിന്നെ മൂപ്പർക്ക് റോളില്ല. പിന്നെ എന്തിനാ മൂപ്പര് അതാന്നാ പറഞ്ഞിട്ടാ വന്നത്. അപ്പൊ ഇതേപോലെ സൂഫികൾക്ക് ഖിളിറിനെ വലിയായി തന്നെ അവരോധിച്ചാലേ അവരുടെ കച്ചവടം നടക്കുള്ളൂ. നബിയായ പറ്റൂല. കാരണം അവർക്ക് അതുമ്മ കെട്ടിപ്പടുത്തതാണ് സൂഫിസം. എന്താ അവരുടെ വാദം? ഔലിയാക്കൾക്ക് അമ്പിയാക്കളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ഒന്നാമത്തെ പഴച്ചവാദം. അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്, നമ്മളെല്ലാവരും വിശ്വസിക്കേണ്ടതും എന്താണ്? നബിമാരാണ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാർ. 2ാം പദവിയാണ് ശേഷമുള്ളവർക്ക്. അത് ഖുർആനിന്റെ തർത്തീബ് അങ്ങനെ തന്നെയാണ്. ഉലൈകല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന, ആദ്യം വസ്സദീഖീന വശുഹദാ വസ്സാലിഹീൻ. ഇവർ പറയുന്നത് എന്താണ്? അമ്പിയാക്കന്മാർക്ക് ഉള്ളതിനേക്കാൾ പവർ ഔലിയാക്കൾക്കുണ്ട്. എന്താ കാരണം? നബിയായ മൂസാ നബിക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ ആർക്കറിഞ്ഞു? വലിയായ ഖിളിറിനറിഞ്ഞു. അപ്പോ നബിമാര് പോലും ഇൽമ് തേടി ചെല്ലേണ്ടുന്ന ആരുണ്ട്? ഔലിയാക്കളുണ്ട്. ഒന്ന്, ഇതൊക്കെ വിശാലമായ വിഷയമായിട്ടാണ്, ഞാൻ ചില പോയിന്റുകൾ മാത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്ന്. രണ്ടാമത്തത് അവരുടെ പഴച്ചവാദം, വലിയകൾക്ക് ശരീഅത്തിന് എതിര് പ്രവർത്തിക്കാനുള്ള അനുവാദമുണ്ട്. കാരണം അതിന് അവർക്ക് പ്രത്യേക നിയമങ്ങളാണ്. നബിമാർക്ക് കിട്ടുന്ന വഹയൊന്നുമല്ല അവർക്ക് കിട്ടുന്നത്. അവർക്ക് ഹോട്ട് ലൈൻ ഉണ്ട് അള്ളാഹുവുമായിട്ട് എന്നാണ്. അതിനാണ് അവർ ഈ ആയത്തിന്റെ ശേഷം നമ്മൾ കേട്ട ആതൈനാഹു മില്ലദുന്നാ ഇൽമ എന്ന് പറഞ്ഞില്ലേ? നമ്മുടെ അടുക്കൽ നിന്നുള്ള ഇൽമ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ലദുന്നിയായ ഇൽമുണ്ട് ഔലിയാക്കന്മാർക്ക്, അത് അമ്പിയാക്കൾക്കില്ല. അപ്പൊ അമ്പിയാക്കൾക്ക് ഇങ്ങനെ വഹയ് നബിയിലൂടെ ഒരു മലക്കിലൂടെ ഒക്കെ കൊടുക്കുകയാണ്. ഇതല്ല, ഹോട്ട് ലൈനാണ്, നേരിട്ടാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ശരീഅത്തിൽ തിരിയിട്ട് തിരഞ്ഞാൽ കാണാത്ത ഒരുപാട് ദിക്ർ, ദുആ, ഇബാദത്ത്, നിയമങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങളൊക്കെ ഏതിൽ കാണും? സൂഫികളുടെ കിതാബിൽ കാണും. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇതിനെവിടെ രേഖ? നിങ്ങളുടെ ഈ വിശ്വാസത്തിന് എവിടെ തെളിവ്? ആയത്ത് കൊണ്ടുവരൂ, ഹദീസ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അവർ പറയും, അത് നിങ്ങൾ ഖുർആനിലും ഹദീസിലൊന്നും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ല, അത് ഞങ്ങളെ ഔലിയാക്കന്മാർക്കാണ് കിട്ടുക, അവർക്ക് അതിങ്ങനെ
ഏറ്റവും ഹോട്ട് ലൈനായിട്ട് അള്ളാന്റെ അടുക്കൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും കിട്ടൂല. അത് കിട്ടണ ഹോട്ട് ലൈനിന്റെ അതിന്റെ പവർ സോഴ്സ് ആണ് ഖിദർ. ആ ഖിദറാണ് എല്ലാവർക്കും സപ്ലൈ ചെയ്യണത്. അപ്പൊ സപ്ലൈ ചെയ്യാൻ മൂപ്പര് എന്നുണ്ടോ? അതാണ് അടുത്ത വാദം. എന്നുണ്ട്. ഖിദർ നബി അലൈഹിസ്സലാം ചിരഞ്ജീവിയാണ് എന്ന് പറഞ്ഞാൽ മാഉൽ ഹയാത്ത് എന്നൊരു ജീവജലം കുടിച്ചിട്ടുണ്ട്. ഒരു കാലത്തും മൂപ്പരിഞ്ഞ് മരിക്കൂല. അത് അവസാനം വരെ മൂപ്പരുണ്ടാവും. ഖിയാമത്തോളം ആരുണ്ടാകും? ഖിദർ നബി ഉണ്ടാകും. അതാണ് ഒരു മൂന്നാമത്തെ വാദം. ഇതൊക്കെ കെട്ടിപ്പടുക്കുന്ന ഈ ആശയം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഖിദർ അലൈഹിസ്സലാം അന്ന് തൊട്ട് ഇന്ന് വരെ ജീവിച്ചിരിക്കുകയാണ് എന്നാണ്, ഇന്നും വരുന്നുണ്ട് എന്നാണ്. അങ്ങനെ ഓരോ മദ്ഹബിന്റെ ആളുകൾ പറയും ഞങ്ങളുടെ ആളായിരുന്നു ഹനഫി ആയിരുന്നു എന്ന് ഹനഫികൾ പറയുന്നുണ്ട്, ഷാഫി മദ്ഹബിന്റെ ആളായിരുന്നു എന്ന് ഷാഫികൾ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ എഴുതി വിട്ടിട്ടുള്ള ഒരു മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്ന മൗലൂദിന്റെ ഒരു പരിഭാഷയിൽ നമ്മളെ കേരളത്തിലെ ഒരു മുസ്ലിയാർ അവിടെ പ്രത്യേകം അയാളൊരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഖിദർ നബി എല്ലാ സുബഹിക്കും അബൂ ഹനീഫ ഇമാമിന്റെ ഖബറിൽ വന്നിട്ട് ദർസിന് വന്നിരുന്നു. ഖിദർ നബിയെ അബൂ ഹനീഫ ഇമാമിന്റെ ജീവിതകാലത്ത് അബൂ ഹനീഫ ഇമാമിന്റെ ദർസ് പോയിട്ടാണ് ആര് പഠിച്ചിരുന്നത്? ഖിദർ നബി. ഏത് ഖിദർ നബി? മൂസാ നബിയുടെ ഈ ഖിദർ നബി. അബൂ ഹനീഫ ഇമാം ഏതാണെന്ന് ഇപ്പോൾ അറിയാത്തവർ മനസ്സിലാക്കണം. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെയും ശേഷം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അതുപോലെ തന്നെ പിന്നെ അബൂ ഹനീഫത്തുൽ കൂഫി ആദ്യം വന്ന മദ്ഹബിന്റെ ഇമാമായിട്ട് അറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ്. ശേഷം പിൽക്കാലത്ത് വന്നയാളാണ്. അദ്ദേഹത്തിന്റെ ദർസിലായിരുന്നു ഖിദർ നബി അബൂ ഹനീഫ ഇമാം ജീവിച്ചിരുന്ന കാലത്ത് ദർസ് കേട്ടിരുന്നത്. അങ്ങനെ അവസാനം ഇൽമ് തേടി ഹനഫി മദ്ഹബ് അനുസരിച്ചുള്ള ഇൽമ് തേടി പൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് ആര് മരണപ്പെട്ടു? അബൂ ഹനീഫ ഇമാം മരണപ്പെട്ടു. അപ്പോഴും ഖിദർ നബി ഇവിടെ ജീവിച്ചിരിക്കുകയാണല്ലോ. അപ്പം ഇനിയിപ്പോൾ കോഴ്സ് പൂർത്തിയാക്കണ്ടേ? കോഴ്സ് പൂർത്തിയാക്കാൻ വേണ്ടി പിന്നെ അവസാനം എന്താ ചെയ്തത്? എല്ലാ സുബഹിക്കും അബൂ ഹനീഫ ഇമാമിന്റെ ദർഗയിൽ ഖബറിന്റെ സമീപത്ത് ഖിദർ അലൈഹിസ്സലാം വരും, കിതാബ് ഓതി കൊടുക്കും, പഠിച്ചു പോരും. അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. ഇത് വളരെ പച്ചയായി മലയാളത്തിൽ നമ്മുടെ നാട്ടിൽ എഴുതിവിട്ട പുസ്തകങ്ങളിലുള്ളതാണ്. ഇനി അതൊന്നുമല്ല, എല്ലാം കഴിഞ്ഞ് ഇപ്പോഴും അങ്ങനെ വരുന്നുണ്ട്, എല്ലായിടത്തും വരുന്നുണ്ട്, പലരുമായിട്ടും ബന്ധമുണ്ട്. ഇപ്പം അടുത്ത് നമ്മളെ തെക്കൻ ജില്ലയിൽ നിന്ന് ഒരു പാപ്പ, ആ പാപ്പ പറഞ്ഞു ആ ഖിദർ നബീനെ കണ്ടിരുന്നു. അത് ഭയങ്കര വ്ളോഗർമാരൊക്കെ അയാളെ പിന്നാലെ കൂടി അയാളായിട്ട് ഇൻ്റർവ്യൂ നടത്തി. അയാൾക്ക് ഭയങ്കര പരസ്യം കിട്ടി. അപ്പം അയാളോട് ചോദിച്ചു, അല്ല പാപ്പ ഉപ്പങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. എപ്പോഴാണ് കണ്ടത്? ഞാൻ ഇങ്ങനെ കൊടയും പിടിച്ചിട്ട് ഇങ്ങനെ പോവുകയായിരുന്നു. ഇങ്ങനെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ നേരെ എൻ്റെ അടുത്ത് ഇനിയും കൊടയിൽ കയറ്റുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങോട്ട് ഓടി വന്നു എൻ്റെ കൊടയിലാണ് കയറി നോക്കുമ്പോൾ അയാൾ പെരും മഴയത്തുനിന്നാണ് വരുന്നത്. പക്ഷെ ഒരു തുള്ളി അയാൾ നനഞ്ഞിട്ടില്ല. വരുന്നതിനെ കൊടയിൽ കയറ്റി. അങ്ങനെ കൊടയിൽ കയറ്റിയിട്ട് അങ്ങനെ പോയി വർത്താനൊക്കെ ചോദിച്ചറിഞ്ഞു. അങ്ങനെയൊക്കെ ആയി ഇങ്ങനെയൊക്കെ ആയി. പിന്നെ അവസാനം എനിക്ക് 2 ഓട്ടമുക്കാൽ തന്നു. ഒന്ന്, ഞാൻ ആ നാട്ടിലെ ഒരു ചായക്കച്ചവടക്കാരുണ്ടായിരുന്നു, അയാൾക്ക് ഒരു ഗതിയില്ലാതെ നടക്കായിരുന്നു. അയാളോട് പറഞ്ഞു, ഇത് നിങ്ങൾ കയ്യിൽ വെച്ചോളി, നിങ്ങൾക്ക് ഇനി ബർക്കത്തുണ്ടാവും എന്ന് പറഞ്ഞു. ഒന്ന് അയാൾക്ക് കൊടുത്തു. ഓട്ടമുക്കാൽ എൻ്റെ അടുത്ത് വെച്ചു. എന്നോട് പറഞ്ഞു, ഞാനൊക്കെ എന്നും എല്ലാ നിലക്കും സമ്പന്നത ഉണ്ടാവും എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം മൂപ്പർക്ക് ഇപ്പോഴും ഗതിയൊന്നുമില്ല. അടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇതാണ് ആ ഓട്ടമുക്കാൽ. അപ്പോൾ ഈ വ്ളോഗർ ഇങ്ങനെ, ഇതാണല്ലേ, ഇതാണ് ആ തന്ന ഓട്ടമുക്കാലല്ലേ ഖിദർ നബി തന്നതേ. ഇതും വിശ്വസിക്കാൻ നമ്മുടെ സമൂഹത്തിൽ കൗമുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കി ഖിദർ നബിയെ കണ്ട പാപ്പ അടുത്ത് 2 മാസമായിട്ടില്ല. അതിന് അടയാളങ്ങളൊക്കെ ഉണ്ട്. ഷൈക്കൻഡ് കൊടുത്തു നോക്കിയാൽ ഇവിടെ എല്ലില്ല എന്നാണ്. ഖിദർ നബിയാണോ നീ? എല്ലില്ല. ഇപ്പം എല്ലാവരും പിടിച്ചു നോക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതാണ് സമൂഹത്തിൽ ഇങ്ങനെ ഓരോരുത്തർ. ഇവിടെ എല്ലില്ല. അങ്ങനെ നല്ല നെടുക്കനൊരു മനുഷ്യനാണ്, വലിയ ആചാനബാഹുവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാൽ അയാളായിട്ടുള്ള നീണ്ട ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട്. അതിനനുകൂലിച്ചുകൊണ്ട് എത്ര ആളുകളാണ് മാഷാ അല്ലാഹ് ഉപ്പനെന്ന് എപ്പോഴാ കണ്ട് മരിക്കാൻ പറ്റുക എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ, കുറേ ആൾക്കാർ ഈസ് ഇറ്റ് ട്രൂ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ എന്താ ഇത് ചോദിക്കാനുള്ളത്? ഇത് അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇങ്ങനെ ഒരാൾ ചിരഞ്ജീവിയായിട്ട് ഖിയാമത്ത് നാൾ വരെ ഉണ്ട്? നമുക്ക് രേഖയില്ലല്ലോ, പ്രമാണങ്ങളിലില്ലല്ലോ. അപ്പം അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതും സൂഫികളുടെ വിശ്വാസമാണ്. ആരെ സംബന്ധിച്ച്? ഖിദർ അലൈഹി സ്വലാമിനെ സംബന്ധിച്ച്. ഇവരെന്തിനാ ഇതും കൊണ്ട് നടക്കണമെന്നറിയോ? ഇവരിന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനൊന്നും രേഖ ഉണ്ടാവില്ല. അപ്പോൾ ഖിദർ നബിക്ക് ഇങ്ങനെ കിട്ടുകയാണ്, മൂപ്പരിത് ഇങ്ങനെ സപ്ലൈ ചെയ്യണം. മൂപ്പരാണ് ഹോട്ടൽ ലൈൻ ഇങ്ങനെ വാങ്ങുന്ന ആൾ. അല്ല, ദുനിയാഴ് ഇൽമു പണ്ടേ കിട്ടിയിട്ടുണ്ട്, അതിപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളെ ശരീഅത്ത് കാണൂല.
അത് നിങ്ങളെ ഈ ശരീഅത്തിൽ കാണൂല. അത് ഖിദർ അലൈഹി ഇസ്ലാമിന്റെ ഹഖീഖത്താകുന്ന മഅരിഫത്താകുന്ന ഇൽമിൽ മുങ്ങിക്കുളിച്ചാലേ കിട്ടുള്ളൂ, അത് മൂപ്പർക്കുള്ളൂ. നിങ്ങളൊക്കെ ശരീഅത്തിന്റെ പണ്ഡിതന്മാരാണ്. ഞങ്ങൾ തരീഖത്തും കടന്ന് മഅരിഫത്തും ഹഖീഖത്തിൽ ആണ്ട് മഅരിഫത്ത് എന്ന പ്രത്യേകമായ മധു അനുഭവിച്ച ആളുകളാണ്. അങ്ങനത്തെ പദവിയും വിട്ട് പിന്നെ ഫനാ അള്ളാഹുവിൽ അങ്ങ് ലയിക്കുന്ന പദവിയിലെത്തിയാൽ പിന്നെ ഞങ്ങളും അള്ളയും ഒക്കെ ഒന്നായി. പിന്നെ നിങ്ങളൊക്കെ ഈ സാധാരണ താഴ്ന്ന വർഗ്ഗക്കാരൊക്കെ സുബ്ഹാനല്ലാഹ് എന്ന് പറയും. ഞങ്ങൾ സുബ്ഹാനി സുബ്ഹാനി, ഞാൻ എത്ര പരിശുദ്ധൻ എന്ന് പറയുന്നു. കാരണം ഞാൻ അള്ളാഹു വിലയം പ്രാപിച്ചു, ലയിച്ചു. ഇത്തരം ഏറ്റവും ഫിത്ന നിറഞ്ഞു നിൽക്കുന്ന ഒരു ആദർശമാണ് സഹോദരങ്ങളെ തരീഖത്തുകൾ മുഴുവനും. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം തരീഖത്തുകളുണ്ട്. ഖാദിരിയ തരീഖത്ത്, റിഫാഴിയ തരീഖത്ത്, നഖ്ശബന്ദിയ തരീഖത്ത്, സുഹ്റവർദിയ തരീഖത്ത്, അതുപോലെ തന്നെ പിന്നെ ചിശ്തിയ തരീഖത്ത്, ഖാജ മുഈനുദ്ദീൻ, അതുപോലെയുള്ള 5 ഞാൻ എണ്ണി. ഇനി എണ്ണിയാലൊടുങ്ങാത്തത് ഈജിപ്തിലേക്കാണ് കടന്നാലുണ്ട്, ഇറാഖിലേക്കാണ് കടന്നാലുണ്ട്. ഒരുപാട് തരീഖത്തുകളുണ്ട്. ഇതിൻ്റെ ഒക്കെ മുരീദന്മാർ നമ്മളെ കൊച്ചു കേരളത്തിലുണ്ട് എന്നുള്ളതാണ് ബഹുരസം. എല്ലാ മുരീദന്മാരും ഉണ്ട്. ഖാസിമി തീജാനി തരീഖത്തിൻ്റെ കേരളത്തിലെ ഹോൾസെയിൽ വ്യാപാരിയാണ്. മറ്റേ ഖാസിമി ഉണ്ടല്ലോ, ഇബ്രായി, ഏത് ഇബ്രായിയടാ, നിന്ദ ഇബ്രാഹിം എന്നൊക്കെ പറയില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഓ നിങ്ങൾ വലിയ താങ്ങി പിടിച്ച് നടക്കണ്ടല്ലോ ബ്രായി, ഏതാ ബ്രായി എന്ന് പറഞ്ഞാലുണ്ടല്ലോ തീജാനി തരീഖത്താണ്. അയാൾ കൊണ്ടുവന്ന ഒരു സലാത്തുൽ ഫാത്തിഹ്, അത് ഒരിക്കൽ ചൊല്ലിയാൽ 6000 വട്ടം ഖുർആൻ ഖത്തമോദിയ കൂലിയാണ് ഒരു സലാത്തിന്. അതാണ് തീജാനികളുടെ സ്വലാത്തുൽ ഫാത്തിഹ്. ഇന്നും മുസ്ലിയാക്കന്മാർ വയല് തുടങ്ങുമ്പോഴൊക്കെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞാൽ അൽ ഫാത്തിഹ ലിമാ ഉഗ്ലിഖ എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്നതാണ്. അത് സ്വലാത്തുൽ ഫാത്തിഹ ഒക്കെ സൂഫികൾ ഉണ്ടാക്കിയതാണ്. ഷാദുലി തരീഖത്ത്, ഷാദുലി എഴുതിയിട്ടുള്ള ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയണത് എന്താണ്? ഞാൻ ഈ കിതാബ് എഴുതിയത് അള്ളാന്റെ റസൂല് ഹോട്ട് ലൈനായിട്ട് ഖിദറിനാണ് പറഞ്ഞെടുത്തത്, ഖിദർ എനിക്കാണ് പറഞ്ഞതാണ് തുടക്കത്തിലേ പറയുന്നത്. ഫുതുഹാത്തുൽ മക്കിയ ഇബ്നു അറബിയുടെ ഗ്രന്ഥങ്ങളുണ്ട്. മൂപ്പരും പറയുന്നതൊക്കെ ഖിദർ നബിയായിട്ട് വലിയ ടച്ചാണ്. ഇടക്കിടക്ക് വരും, കഞ്ഞി കുടിക്കും, ചോറുന്നും ഒപ്പം നടക്കും, റസൂലുള്ളാഹി ഉണ്ടാവും കൂടെ. ഇങ്ങനെ പഴച്ച വർഗം ഇവരാണ് തരീഖത്ത്. നൂർ ഷാ തരീഖത്ത് ഹൈദരാബാദ്, അതുപോലെ തന്നെ കൊണ്ടോട്ടി തരീഖത്ത്, അതുപോലെ തന്നെ കൊരൂര് തരീഖത്ത്, ഒരുപാട് തരീഖത്തുകളുണ്ട് നമ്മുടെ നാട്ടിൽ. എല്ലാവരും അലിയാര് ഇലാഹാണെന്ന് പറയുന്ന തരീഖത്ത് കേരളത്തിലുണ്ട്. അലിയാരി ഇലാഹാണ് എന്ന് പറയുന്ന തരീഖത്ത് പോലും കേരളത്തിലുണ്ട്. അവരുടെ പാട്ട് ദിക്റുകളിൽ പോലും അതുണ്ട്. അപ്പോൾ ആ വിധത്തിലുള്ള ഒരുപാട് തരീഖത്തുകളുണ്ട്. ഞാൻ ഇതിനാണ് തരീഖത്തുകളൊക്കെ പറഞ്ഞതെന്നറിയോ? എല്ലാ തരീഖത്തിൻ്റെയും പരമ്പര ചെന്ന് മുട്ടുക അവസാനം കിട്ടാറിയോ? ഖിദർ അലൈഹിസ്സലാം ഒക്കെ അവിടെ കാണും. അപ്പോൾ ഈ വിധത്തിലുള്ള ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഈ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നിസ്കരിക്കുന്നത് നമ്മൾ കാണൂല. റമദാൻ്റെ അവർ ചായ കുടിക്കും, അവർ മദ്യത്തിൻ്റെ ബോട്ടിൽ ചാരായ കുപ്പി കൊടുന്നിട്ട് ഇങ്ങനെ വായിലേക്ക് ഒഴിച്ചാൽ ഒന്നും പറയാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വായിലേക്ക് അത് എത്തുന്നതിൻ്റെ മുമ്പ് അള്ളാഹു അതിനെ അസലം മുസഫാക്കാൻ, ശുദ്ധമായി തേനാക്കി മാറ്റാൻ വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. നമ്മൾ കുറ്റം പറയരുത്. നമ്മൾ കാണുന്നതൊന്നുമല്ല ശരി, നമുക്കറിയാത്തതാണ് അവർ മനസ്സിലാക്കുന്നത്. അതിനൊക്കെ തെളിവാക്കണം എന്താണ്? നമ്മളെ ശരീഅത്തിലില്ലാത്ത നിയമങ്ങൾ അവർ ചെയ്യുന്നത് നമ്മളെ ശരീഅത്ത് മാത്രം നോക്കിയാൽ നടക്കൂല. അവർക്ക് ഹോട്ട് ലൈൻ കിട്ടുന്നുണ്ട്. എന്താ കാര്യം? ഇവിടെ മൂസാ നബി ഖിദർ നബിയും കൂടെ പോകുമ്പോൾ പ്രവാചകനായ മൂസാ നബി ഉണ്ടായിട്ട് പോലും ആ കുട്ടിനെ കൊന്നത് എന്തിനാന്ന് മൂസാ നബിക്ക് അറിഞ്ഞില്ലല്ലോ. വലിയായ ആളാ കുട്ടിനെ എന്ത് ചെയ്യുന്നത്? കൊല്ലുന്നത്. അപ്പൊ അവർക്കില്ലാത്ത ഹോട്ട് ലൈൻ ഇവർക്ക് കിട്ടണില്ലേ? നബിയാന്ന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല, അപ്പൊ വഹയാവൂലേ? അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല്ലോ. അപ്പം ഇത് ഇങ്ങനെ കെട്ടിപ്പിണഞ്ഞ് കിടക്കുകയാണ് ഈ വിഷയം. അത് പറഞ്ഞാൽ തീരൂല. അപ്പം അതുകൊണ്ട് ചില സൂചനകളിൽ ഞാൻ മതിയാക്കുകയാണ്. ഇവിടെ അബ്ദം മിൻ ഇബാദിന എന്ന് പറഞ്ഞ നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഒരു അടിമ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഖിദർ അലൈഹിസ്സലാമാണ്. അദ്ദേഹം നബിയാണ് എന്ന് തന്നെയാണ് ഭൂരിപക്ഷ അഭിപ്രായവും. പ്രമാണങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അഭിപ്രായവും അത് തന്നെയാണ്. അദ്ദേഹവും മറ്റു നബിമാരെ പോലെ തന്നെ ഈ ലോകത്ത് നിന്ന് മരണം വരിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ ജീവിച്ചിരിക്കുന്ന, ഇന്നും പലയിടങ്ങളിലും രാജ്യമൊട്ടാകെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണെന്നാണ് സൂഫികൾ പറയുന്നത്.
അതേപോലെ തന്നെ അവർക്ക് ശരീഅത്ത് ബാധകമല്ലാത്ത നിലയിൽ വലിയ വിലായത്തിൻ്റെ പദവിയുണ്ട് എന്ന് സൂഫികൾ പറയാനും ഇതിൽ വന്ന ചരിത്ര കാര്യങ്ങളെയാണ് അവർ എടുത്ത് അന്യഥ അഥവാ ദുർവ്യാഖ്യാനിക്കുന്നത്. ഇതൊക്കെ നമുക്ക് അതിൻ്റെതായ സ്ഥാനത്തെത്തുമ്പോൾ ഇനി നമുക്ക് വിശദമായി മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ഇത്തരം വ്യതിയാനവാദങ്ങളെ നമ്മൾ തിരിച്ചറിയണം. കാരണം ഇന്ന് പല വേഷത്തിലും പല ഭാവത്തിലുമൊക്കെയാണെന്ന് സോഷ്യൽ മീഡിയകളിൽ തരീക്കത്തുകൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. അതിനൊക്കെ വലിയ ഫണ്ടിങ് കിട്ടുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെയൊന്നുമില്ല. അമേരിക്കയും അതുപോലെ തന്നെ ജൂതരാഷ്ട്രങ്ങളുമൊക്കെ ഹൈ ഫണ്ടിങ് ആണ് ഈ തരീക്കത്ത് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കറിയാം എന്ത്, ഇത് ഇസ്ലാമിനെ തകർത്തോളും. ഇത് ഇസ്ലാമല്ലാന്നും ഇസ്ലാമിനെ തകർക്കാൻ ഏറ്റവും മെച്ചപ്പെട്ടത് ഏതാണ്? ഈ തരീക്കത്തുകളെ പ്രോത്സാഹിപ്പിക്കലാണെന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഉത്തരേന്ത്യയിലൊക്കെ കാണുന്നത് അതാണ്. ഉത്തരേന്ത്യയിൽ കാണുന്ന ബറേൽവികളും അവരുടേത്, അതുപോലെ തന്നെ ഖാജാ മുഈനുദ്ദീൻ്റെ അജ്മീറിൽ കാണുന്ന ആ രൂപത്തിലുള്ള ഷിയാക്കളും അവരുടെ ഖവാലികളും അവരുടേതായ സംസ്കാരങ്ങളും ഖബറിൻ്റെ മുമ്പിലുള്ള സുജൂദുകളും അവരുടെ ചില ആചാരങ്ങളും എല്ലാം ഈ സൂഫി ചിന്താഗതികളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇത് നമ്മൾ തിരിച്ചറിയാതിരുന്നാൽ വലിയ അപകടമുണ്ടാകും. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ അവർ പറയണത് എന്താ വെച്ചാൽ അള്ളാഹ് നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തതാണ് ഖിദ്ർ നബിക്ക് എന്നാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി പഠിപ്പിച്ച ഹദീസിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിലൊന്നും അത് ഉണ്ടാവില്ല. അവിടെ തിരഞ്ഞോക്കി ഞങ്ങൾ കാണൂല, അതുകൊണ്ട് അതില്ല എന്ന് പറയരുത് എന്നാണ്. ഇന്നത്തെ വെള്ളിയാഴ്ച ഖത്തീബ് മിമ്പറിൽ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കെ പള്ളി കൂടിയാലൊക്കെ കൂടിയൊരു ദിക്ർ ചെല്ലണമല്ലോ. റജബിലെ അവസാനത്തെ വെള്ളിയാഴ്ച ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ കൂടിയും പള്ളിയിൽ നിന്ന് എന്ത് ദിക്ർ ചെല്ലണം? അഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, അഹമ്മദ് റസൂലുള്ളാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു വട്ടം 2 വട്ടം ഒന്നുമല്ല, 35 വട്ടം. ജുമാ ഖുത്ബ ഖത്തീബ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തൊട്ടടുത്തിരിക്കുന്ന സഹോദരനോട് അൻസിത്ത് മിണ്ടാതിരിക്കൂ എന്ന് പറഞ്ഞ് ശ്രദ്ധ തെറ്റിയാൽ പോലും അവൻ്റെ ആ ജുമാ ബാത്തിലായി എന്നാണ് ഇസ്ലാം പറയുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാണ്? ദിക്ർ ചൊല്ലിക്കാൻ. ഞാനത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? അത് പറയുന്നു എന്ന് പറയുന്ന അവരുടെ കിതാബിൻ്റെ ആമുഖത്തിൽ പറയുന്നത് എന്താണെന്നറിയോ? ഇതൊന്നും ഇപ്പം നിങ്ങൾ ഹദീസിലൊന്നും കാണൂല. ഹദീസിൽ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കരുത്. കാരണം നമ്മുടെ മശായിഖന്മാർക്ക് ഇതൊക്കെ ഖിദ്റിൽ നിന്ന് നേരിട്ട് കിട്ടിയിട്ടുണ്ട്. ഖിദ്റിന് ആരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്? അല്ലാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അത് വേറൊരു മതം, ഒരു സമാന്തര മതമായി കൊണ്ടുപോകുവാൻ വേണ്ടി ഇവർ ഏറ്റവും വലിയ തുരുപ്പ് ഷീട്ടായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് ഈ മഹാവ്യക്തിത്വത്തെയാണ്. അദ്ദേഹം ബരീഉൻ മിൻ, അതിൽ നിന്ന് ഒഴിവാണ്. അപ്പോൾ ഈ വക എല്ലാ അന്ധവിശ്വാസങ്ങൾക്കും നിമിത്തമായിട്ടുണ്ട് ഖിദ്ർ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചുറ്റിപ്പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾ. അതിലെ കല്ലും നെല്ലും നമ്മൾ വേർതിരിച്ചറിയണം. അപ്പോൾ പറഞ്ഞു വന്നത് ഫവജദ അബ്ദൻ മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്നുള്ള ഒരടിമയെ അവർ രണ്ടാളും കണ്ടെത്തി. ആതൈനാഹു, നാം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. റഹ്മത്തൻ മിൻ ഇൻദിന, നമ്മുടെ അടുക്കൽ നിന്നുള്ള പ്രത്യേക അനുഗ്രഹം. ഖിദ്ർ അലൈഹിസ്സലാം കേവലം ഒരു വലിയ മാത്രമായിരുന്നില്ല, നബി തന്നെയായിരുന്നു എന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന പണ്ഡിതന്മാർ 1, 2, 3 ഒക്കെ തെളിവുകളായി പറയുന്നത് ഈ ആയത്താണ്. അതൈനാഹു റഹ്മത്തൻ മിൻ ഇൻദിനാ എന്ന് പറയുന്നത് അവിടെ അതൊരു നബുവത്ത് തന്നെയാണ്. ആ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം എന്ന് മറ്റു പല ആയത്തുകളുടെയും വെളിച്ചത്തിൽ അവർ സമർത്ഥിക്കുന്നുണ്ട്. മാത്രമല്ല വഅല്ലംനാഹു, നാം അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. മില്ലദുന്ന, നമ്മുടെ പക്കൽ നിന്ന് ഇൽമ, പ്രത്യേകം അറിവ്. ഇപ്പം നബിക്കില്ലാത്തൊരു പ്രത്യേകം അറിവ് പഠിപ്പിച്ചു കൊടുക്കുക, അത് വഹിയിലൂടെ തന്നെ ആ നിലക്ക്. അതുകൊണ്ട് അതും ഒരു നബി തന്നെയായിരുന്നു അദ്ദേഹം എന്നതിന് തെളിവാണ് എന്ന് പറയുന്നു. മാത്രമല്ല ഇനി ഏതാനും ആയത്തുകൾ അങ്ങ് പിന്നിട്ടാൽ ആ യാത്രയിൽ ഉണ്ടായ സംഭവ വികാസങ്ങളുടെ വിശദീകരണം അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഖിദ്ർ അലൈഹിസ്സലാം മൂസാ നബിക്ക്. അവിടെ അദ്ദേഹം ഒരു വാചകം പറയുന്നത് ഖുർആൻ പറയുന്നുണ്ടല്ലോ, വമാ ഫഅൽതുഹു അൻ അംരി, ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തതല്ല, പ്രവർത്തിച്ചതല്ല. അപ്പം സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല, അതൊക്കെ അള്ളാഹ് എനിക്ക് പഠിപ്പിച്ചു തന്നാണ് എന്ന് പറയുമ്പോൾ അതും അദ്ദേഹത്തിൻ്റെ നുബുവത്തിലേക്കാണ് സൂചന നൽകുന്നത്. എന്നിങ്ങനെ അത് മാത്രമല്ല, ധാരാളം 5, 6, 7, 8, 9, 10 ഒക്കെ തെളിവുകളിലൂടെ അദ്ദേഹത്തിൻ്റെ നുബുവത്ത് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ശൈഖുൽ ഇസ്ലാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ അസ്സഹറുൻ നദർ
എന്നൊരു ഗ്രന്ഥം കാണാൻ സാധിക്കും. ഈ വിഷയത്തിൽ മാത്രം എഴുതപ്പെട്ട ഒരു കിതാബാണത്, അസ്സഹറുൻ നളിർ. പിന്നെ ഖിദർ അലൈഹിസ്സലാമിൻ്റെ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചുപോയോ എന്നൊക്കെ പറ്റി പറയുന്ന ഖിദർ അലൈഹിസ്സലാമിനെ കുറിച്ച് മാത്രമുള്ളൊരു കൃതിയാണ്. അങ്ങനെ പല പണ്ഡിതന്മാരും എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി, അതേപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ സവിസ്തരം ആ വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സൂചന പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഒരു നബിയാണത് എന്നതാണ് ഭൂരിപക്ഷ അഭിപ്രായം. പിന്നെ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമ, അദ്ദേഹത്തിന് നാം നമ്മുടെ പക്കൽ നിന്ന് ധാരാളം അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുമുണ്ട്. മാത്രമല്ല അദ്ദേഹത്തെ കണ്ടുമുട്ടിയ വേളയിൽ അദ്ദേഹം പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സലാം പറയുന്നുണ്ടല്ലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് വലൈക്കും അസ്സലാം, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസ അലൈഹി സ്വലാം പറയും ഞാൻ മൂസയാണ്. അപ്പോൾ ഖിദർ ചോദിക്കുന്നുണ്ട് മൂസ ബനി ഇസ്രായേലിലെ മൂസയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്ത്? താങ്കൾക്ക് ചില കാര്യങ്ങൾ അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. യാ മൂസ ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള പ്രത്യേകമായ ചില ഇൽമുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെറുതെ എനിക്ക് കിട്ടിയതല്ല, അല്ലമനീഹില്ലാഹ്, എനിക്ക് അള്ളാഹ് പഠിപ്പിച്ചു തന്നതാണത്. ലാ തഅലമുഹു, അത് നിങ്ങൾക്ക് അറിയില്ല. അത് മൂസാ നബി നിങ്ങൾക്ക് അറിയില്ല. അതേപോലെ വ അൻത അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹ്, താങ്കൾ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ചില പ്രത്യേക ഇൽമുകൾ കിട്ടിയിട്ടുള്ള ആളാണ്. അല്ലമകഹുല്ലാഹ്, അത് അള്ളാഹു താങ്കൾക്ക് പഠിപ്പിച്ചു തന്നതുമാണ്. ലാ ഇൽമു, അത് എനിക്കും അറിയില്ല. ഇപ്പോൾ രണ്ടാളും നബിമാരാണ്, ഒരാൾക്ക് അറിയാത്തത് മറ്റാൾക്കറിയും, ആ ആൾക്കറിയണത് ഇവർക്കറിയില്ല. ഇങ്ങനെ രണ്ടാളും നബിമാരായിരുന്നു എന്നതിലേക്കുള്ള സൂചനയായിട്ടും നമുക്കത് കാണാൻ സാധിക്കും. മാത്രമല്ല ആ യാത്രയിൽ അവിടെ വെച്ച് തന്നെ അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ ഒരു കപ്പലിൻ്റെ ഓരത്ത് ഒരു കൊച്ചു കുരുവി വന്നിരുന്നൊരു സംഭവം കൂടി ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ കൊച്ചു കുരുവി വന്നിരുന്നു എന്ന് മാത്രമല്ല, അതിൻ്റെ കൊക്ക് കൊണ്ടത് സമുദ്രത്തിലെ വെള്ളത്തിൽ ഒന്നിങ്ങനെ അതിൻ്റെ കൊക്ക് മുക്കി അതങ്ങോട്ട് പറന്നു പോയപ്പോൾ മഹാനായ പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖിദർ അലൈഹിസ്സലാം പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ ഇൽമിൽ നിന്ന് അതുപോലെ തന്നെ താങ്കൾക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്ന ഇൽമും അതിൻ്റെ അളവ് അത് എത്രയാണ് എന്ന് നോക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അറിവും അതുമായൊക്കെ ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ സമുദ്രത്തിൽ കാണുന്നില്ല ഈ വിശാലമായ സമുദ്രം, ആ സമുദ്രത്തിൽ ആ കുരുവി അതിൻ്റെ കൊക്ക് കൊണ്ട് കൊത്തിയപ്പോൾ അതിൻ്റെ മിൻകാറിൽ അതിൻ്റെ കൊക്കിൽ എത്ര വെള്ളമാണ് അവശേഷിച്ചത്? എത്ര പണ്ട സമുദ്രത്തിൽ എത്ര ബാക്കിയുണ്ട്? ഈ കൊക്കിൻ്റെ ഈ കൊക്കിൽ പറ്റിപ്പിടിച്ച വെള്ളം ഇത്രയേ ഉള്ളൂ. എനിക്ക് കിട്ടിയ അറിവും നിങ്ങൾക്ക് കിട്ടിയ അറിവും ഒക്കെ അള്ളാഹുവിൻ്റെ അറിവുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ അത്രയേ ഉള്ളൂ എന്ന കാര്യവും അവിടെ നടന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഈ വിഷയം നമുക്കൊരുപാട് ഗുണപാഠങ്ങൾ നൽകുന്നുണ്ട്. ഓരോ ആയത്തുകളും വരുമ്പോൾ അതിൻ്റെ സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം. റഹ്മാനായ റബ്ബ് നമ്മളെല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ അധ്യായം, ഇതിലേറ്റവും സവിസ്തരമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു കാര്യം, ഇതിൽ നിന്നും നമ്മൾ പാഠങ്ങൾ ഉൾക്കൊള്ളണം. അതിൻ്റെ ഒന്നാമത്തെ പാഠം ഇതന്നെയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചത് മറക്കരുത്. ഇൽമ് നേടുവാൻ വേണ്ടി ഏറ്റവും വലിയ അന്നത്തെ ആലിമായിരുന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പോലും ദുർഘടമായ പ്രയാസമേറിയ ഒരു യാത്ര കാതങ്ങളോളം ഞാൻ നടത്തേണ്ടി വന്നാലും ഞാൻ നടത്തും. എന്തിനു വേണ്ടി? എനിക്കറിയാത്ത ഇൽമറിയാവുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ ഒന്ന് കണ്ടുമുട്ടിയിട്ട് എനിക്ക് ആ ഇൽമൊന്ന് പഠിക്കണം. അതിനുവേണ്ടി യാത്ര പുറപ്പെട്ടത് എല്ലാ വെള്ളിയാഴ്ചയും നമുക്കുള്ള പാഠമാണ്. ഇൽമ് തേടി പോകണം, ഇൽമിന് വേണ്ടി അധ്വാനിക്കണം, ഇൽമിന് വേണ്ടി നമ്മുടെ മാൻ പവർ ഉപയോഗപ്പെടുത്തണം, ടൈം ഉപയോഗപ്പെടുത്തണം, സമ്പത്ത് ചെലവഴിക്കണം എന്നൊക്കെ നമുക്കതിൽ ഗുണപാഠമുണ്ട് എന്നുകൂടി നമ്മൾ തിരിച്ചറിയുക. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇൽമിനോടൊക്കെ ആളുകൾ പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നമ്മൾ ആ ഗുണപാഠങ്ങളൊക്കെ നമ്മൾ നെഞ്ചേറ്റണം. റഹ്മാനായ റബ്ബ് നാഫിയായ ഇൽമിനെ നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരികയും ജന്നത്തിൽ നമുക്ക് ഇടം കിട്ടുമാറ് ഏറ്റവും നല്ല ആ രൂപത്തിൽ തഖ്വയുള്ള ഇൽമുള്ള അറിവുള്ള ആളുകളിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم زدنا علما اللهم زدنا علما اللهم زدنا علما سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت استغفرك وأتوب إليك.